ഇപ്പൊ 3 ദിവസമായിട്ട് നല്ലോണം ഉറങ്ങുന്നുണ്ട്. ഇന്നലെ ഡയാലിസ് പറഞ്ഞ ആളാ. നീ 10 പേർക്ക് കിഡ്നിക്ക് വേണ്ടി 10 ലക്ഷം കൊടുക്കണേലും എന്തായാലും ഒരു 80% ചേഞ്ച് സംഭവിച്ചിട്ട് ബോഡി. ഇപ്പൊ ക്രിയാറ്റിന്റെ വിഷയത്തില് 13 നിൽക്കുകയാണ്. ഡയാലിസിസ് ചെയ്തോളാൻ പറഞ്ഞേക്കാണ്. കണ്ണൊക്കെ പോയിരിക്കണാണ്. ഒരു കണ്ണ് പോയിരിക്കുകയാണ്. ഒരു കണ്ണിന്റെ പകുതിയും പോയിരിക്കുകയാണ്. ഷുഗറിന് എത്ര ആളായിട്ട് വന്നു പിടിക്കണതാ? 35 വർഷമായി. ഞാൻ 5-ാം തീയതി തിങ്കളാഴ്ച ഇവിടെ വന്നത്. തിങ്കളാഴ്ച വരുന്നതിന് ഒരു 12 ദിവസം ഉണ്ടാവും. ഉറക്കമില്ലാതിരുന്ന അവസ്ഥയിലാണ് വന്നത് എന്ന് പറഞ്ഞാൽ അതൊരു അവസ്ഥയാണ് സത്യത്തില്. ഉറങ്ങാതിരുന്ന് നോക്കണം, അപ്പോഴേ ഇതൊക്കെ തിരിയോകും. പക്ഷെ ഇപ്പൊ ഉറക്കം അല്ലേ പക്കയായി. നേരത്തെ മൂത്രം പോകുമ്പോ ഭയങ്കര സ്മെല്ലാണ്. അപ്പൊ ആ സ്മെല്ല് കുറെ വ്യത്യാസം വന്നു. പഴയ മാതിരിയല്ല. മൂത്രം പോകുമ്പോ ഒരു പോച്ചിലുണ്ടായിരുന്നു. അപ്പൊ അതില്ല. ഇതൊക്കെ തന്നെയാണ് എല്ലാ കിഡ്നി പേഷ്യന്റിനും ഉള്ളത്. ഇതിനൊരു പരിഹാരം അന്വേഷിച്ച ഒത്തിരി ആളുകളുണ്ട്. ഇതൊക്കെ 5 ദിവസം കൊണ്ട് മരുന്നില്ലാതെ വന്നത് കണ്ണടിച്ചണം പാപം എന്ന് പറഞ്ഞാല് വിശ്വസിക്കാൻ പറ്റുന്ന ചോറ് തിന്നുന്ന ഒരാളോ നമ്മളൊക്കെ അങ്ങനെ ചിലർ ചോദിക്കാം. ഇതൊക്കെ മാറുന്നുണ്ടെങ്കിൽ പ്രതീക്ഷയില്ലാത്ത ആളുകൾക്ക് ഒരു പ്രതീക്ഷയാണ്. ചികിത്സ ഇല്ല എന്നുള്ള ഒരു അടഞ്ഞിരിക്കുന്ന വാതിൽ തുറന്നു കിട്ടൽ കൂടിയാണ്. ഈ മുഖേന 10 പേർക്ക് അത് ഗുണം ചെയ്താൽ നിനക്കത് ഗുണം കിട്ടും. മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് പറഞ്ഞിട്ട് ചെയ്യാതെ പോന്ന അസ്രഫ് കോഴിക്കോട്. ഞാൻ ഇവിടെ വരുമ്പോ ശരീരം മൊത്തം നീരേനി. ഇപ്പൊ ശരീരം മൊത്തം നീര് പോയിക്കണ്. നല്ലൊരു ആശ്വാസം ഉണ്ട്. എല്ലാം കൊണ്ട് സുഖം തോന്നുന്നുണ്ട്. മൊത്തത്തില് സ്ഥലം വടകര. എത്രയായിരുന്നു ക്രിയാറ്റ്? 11. ഓക്കെ. ഇവിടെ വരുമ്പോ ശാരീരിക ബുദ്ധിമുട്ട് എന്തായിരുന്നു? നടക്കുമ്പോ ഒരു ശ്വാസം മുട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിന് വ്യത്യാസമുണ്ട്. കാലിന് നീരുണ്ടായിരുന്നു, നീര് കുറവുണ്ട്. ക്രിയാറ്റിൻകാർക്ക് പൊതുവെ ഉണ്ടാവുന്ന സാധനത നടക്കുമ്പോ ശ്വാസം മുട്ടുണ്ടായിരുന്നു, കാലിന് നീരുണ്ടായിരുന്നു, ചൊറിച്ചിലുണ്ടായിരുന്നു. കാലും ശരീരം മൊത്തം ചൊറിച്ചിലാണ്. അപ്പൊ ശാരീരികമായിട്ട് എനർജിയുടെ അവസ്ഥ എങ്ങനെയുണ്ട്? കുറച്ച് ഉന്മേഷമുണ്ട്. എന്റെ പേര് അനിക. കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു. ക്രിയാറ്റിൻ 8 ഷുഗർ ഉണ്ടായിരുന്നു. ഇൻസുലിൻ എടുക്കുന്നുണ്ടായിരുന്നു. നല്ല ഉന്മേഷമുണ്ട്. ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ട്. കാലിൽ ചെറിയ നീരുണ്ടായിരുന്നു വന്ന ദിവസം. പിന്നെ ഇതുവരെ വന്നിട്ടില്ല, നീര് വന്നിട്ടില്ല. ബിപിയുടെ മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. നല്ല ഉണർവുണ്ട്. വേദനകളൊക്കെ കുറവുണ്ട്. കുഴപ്പമില്ല. എന്റെ പേര് അൻസിൽ, കോട്ടയത്ത് നിന്നാണ് വരുന്നത്. കോട്ടയം. 6 ആദ്യം ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് എളുപ്പം തന്നെ അത് 3ലേക്ക് വന്ന് ആഹാരം ക്രമീകരിച്ചപ്പോൾ പയ്യെ ആഹാരത്തിൽ നിന്നും വ്യത്യാസം വന്ന് കൂട്ടിക്കൂട്ടി വന്നപ്പോൾ വീണ്ടും അത് ക്രിയാറ്റിന്റെ അളവ് കൂടി 7.5 ഭക്ഷണമായിട്ട് നല്ല ബന്ധമുണ്ട്. ഭക്ഷണം ക്രമീകരിച്ചപ്പോ 6 ഉണ്ടായത് 3ലേക്ക് പോകുന്നു. പിന്നെ 3ലേക്ക് വരുമ്പോ പിന്നെയും നമ്മൾ പഴയ പണി തുടങ്ങും. അപ്പൊ വീണ്ടും അത് കയറി. പിന്നെ അല്പം 7.5 നിൽക്കുന്ന ആ സമയത്ത് എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ആ ക്ഷീണങ്ങളൊക്കെ ഇവിടെ വന്ന ശേഷം നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. കാലിനൊരു ചെറിയ നീരുണ്ടായിരുന്നു. ആ നീരിലും കുറവുണ്ടായിട്ടുണ്ട്. കണ്ണിന്റെ കാഴ്ചയിൽ തെളിച്ചം വന്നിട്ടുണ്ട്. കണ്ണിന്റെ കാഴ്ചയിൽ തെളിച്ചം വരാന്ന് പറഞ്ഞാൽ തന്നെ ഷുഗർ രോഗികൾക്ക് അതൊരു അണ്ടർലൈൻ സാധന. മരുന്ന് കുടിച്ചില്ലെങ്കിൽ പോകുന്ന 2 ഷുഗർ രോഗികൾ മരുന്ന് കുടിക്കണത് എന്തിനാന്ന് വെച്ചാല് കണ്ണ് പോകാതിരിക്കാൻ, കണ്ണിനെ ബാധിക്കാതിരിക്കാൻ, കിഡ്നിയെ ബാധിക്കാതിരിക്കാനൊക്കെയാണല്ലോ. അപ്പൊ ക്രിയാറ്റിൻ കൂടിയതിന് മരുന്ന് കുടിച്ചു, ക്രിയാറ്റിൻ കുറക്കാൻ. പക്ഷെ കുറക്കാൻ മരുന്ന് കുടിക്കുമ്പോൾ കൂടിക്കൊണ്ടിരുന്നു. ഇപ്പൊ ഡയാലിസിസ് അല്ല, കിഡ്നി മാറ്റി വെക്കാനാണ് പറഞ്ഞത്. അനുഭവമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പച്ചയായ അനുഭവം. സാധാരണ കിഡ്നി രോഗികൾക്ക് ഉണ്ടാകുന്ന ഒരു സിംറ്റംസും അയാൾക്ക് ഇല്ല എന്നാണ് അയാൾ പറയണേ. ഈ പറയുന്ന ഞാൻ ചോദിച്ച ഒരു സിംറ്റംസും അയാൾക്കില്ല. ഈ ക്രിയാറ്റിൻ കൂടി എനിക്കൊരു 14 വർഷം കൊണ്ട് ഈ ഒരു മുമ്പാണ് കണ്ടുപിടിച്ചത്. അപ്പൊ ആദ്യത്തെ ഒരു 5 വർഷം വളരെ കൃത്യമായിട്ട് മരുന്ന് കഴിച്ചു. അപ്പോ ഈ 2.8 ഉള്ളതിൽ നിന്നൊരു 5ലേക്ക് മാറി, 5ലേക്ക് പോയി 5 വർഷം. പിന്നത്തെ 5 വർഷം ഒരു മരുന്ന് കഴിക്കാതിരുന്നു. അപ്പൊ 5 എന്നുള്ളത് 8ലേക്ക് വന്നു. വലിയൊരു ജമ്പ് വന്നത്, വളരെ സ്ലോ ആയിട്ട് ഇതായിട്ടുള്ളൂ. പക്ഷെ കഴിഞ്ഞൊരു വർഷം മുമ്പ് ഇത് ഫിസ്റ്റില ഇടാനും അല്ലെങ്കിൽ ഒരു പ്രിക്കോഷണറി ആയിട്ടുള്ള രീതിയിൽ പോകാനുള്ളൊരു തീരുമാനം എടുത്ത് ഉടൻ തന്നെ ഈ പിന്നെ 6ഉം 7ലും കടന്നത് 11ഉം 12ലേക്ക് 6 മാസം കൊണ്ട് കൂടി. അത് അപ്പൊ മരുന്ന് കുടിക്കണ്ടായോ? മരുന്നെന്ന് പറഞ്ഞാൽ ഈ സപ്ലിമെന്ററി മെഡിസിൻസ് കഴിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം ക്രിയാറ്റിൻ കുറയ്ക്കാനുള്ള മരുന്നുകളൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഈ ഒരാഴ്ച കൊണ്ട് ആകെയുള്ള സിംറ്റം മൂത്രത്തിൽ പതയായിരുന്നു. അപ്പൊ അത് കാര്യമായിട്ട് കുറഞ്ഞു. പ്രത്യേകിച്ച് ഈ പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കുമ്പോഴോ ദോശ കഴിക്കുന്ന ദിവസമാണെങ്കിൽ നല്ല പത ഉണ്ടാവും. ഈ വന്ന 4-6 ദിവസങ്ങളിൽ ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് തന്നെ കഴിച്ചിട്ടുള്ളത്. അതിന്റെ പതയിൽ നല്ല ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട്. ഒരു പോസിറ്റീവ് ഫീലിംഗ് കിട്ടിയിട്ടുണ്ട്. ഒരു മാറും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. മാറും. കിഡ്നി മാറ്റി വെക്കേണ്ടി വരില്ല. പക്ഷെ എല്ലാ കിഡ്നി മാറ്റി വെക്കേണ്ട ആളുകളൊന്നും വരാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ പണി ചെയ്തത്. ഞാൻ ഈ പണി ചെയ്യുന്നത് ഒരു കിഡ്നി രോഗികളും ഇങ്ങോട്ട് വരാനല്ല. പക്ഷെ ഈ ചികിത്സയിൽ എന്തെങ്കിലും ഗുണം കിട്ടുമോന്നറിയാൻ
ഒരു 10 ദിവസത്തേക്ക് ഡയാലിസിസ് മാറ്റിവെക്കാൻ ഇതുകൊണ്ട് പറ്റിയാൽ അത് ലാഭമാണ്. അത്രയും നമ്മൾ അഭിപ്രായപ്പെടണുള്ളൂ. നമ്മുടെ ചികിത്സ കൊണ്ട് കിഡ്നി രോഗികളുടെ കിഡ്നി മാറ്റിത്തരും, കിഡ്നി രോഗം മാറ്റിത്തരും എന്ന് നമ്മൾ അഭിപ്രായപ്പെടണില്ല. പക്ഷെ അവർക്ക് ഈ സിംറ്റംസ് ഒക്കെ മാറണുണ്ട്, ശരീരത്തിന്റെ സിംറ്റംസ് ഒക്കെ മാറണുണ്ട്, അവർ ഉഷാറാവണുണ്ടെങ്കിൽ അവർക്ക് അതാണ് ആവശ്യമെങ്കിൽ ചിലപ്പോൾ ഇത് ഗുണം ചെയ്യും. അഹമ്മദ് തലശ്ശേരി. ക്രിയാറ്റിൻ 8 ഉണ്ട്. മൂത്രത്തിൽ നല്ല പതയുണ്ട്. അത് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഇന്നത് മൂത്രം ഒഴിക്കുമ്പോൾ പതയില്ല. ഭയങ്കര പതയാണ്. ശരിക്ക് പൊന്തി വരുമായിരുന്നു മൂത്രം ഒഴിച്ചാൽ. പൂർണ്ണമായിട്ട് നിന്നിട്ടുണ്ട്, ഒന്നുമില്ല. എന്റെ പേര് അബ്ദുൽ ഹമീദ്, മലപ്പുറത്തുള്ള ഐക്യപടിയായി. പക്ഷെ ഞാൻ 9.6 ക്രിയാറ്റിന്. എന്തിനൊക്കെ മാറ്റങ്ങളുണ്ട് ഇവിടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ? ഒരു ഉന്മേഷമുണ്ട്. ഉന്മേഷമുണ്ട്. അസുഖങ്ങളില് നല്ല സുഖമുണ്ട്. എന്റെ പേര് ടൈറ്റസ് എന്നാണ് പറഞ്ഞത്. ഞാൻ വരുമ്പോ 9.5 ക്രിയാറ്റിൻ ഉണ്ടായിരുന്നു. ഷുഗർ എനിക്കില്ല, പക്ഷെ കാലിൽ ചൊറിച്ചിലുണ്ടായിരുന്നു, ചൊറിച്ചിൽ മാറി. ദേഹത്ത് ചൊറിച്ചിലുണ്ട്, കുറച്ച് കുറവുണ്ട്. എന്നാലും പിന്നെ ക്ഷീണം ഉണ്ടായിരുന്നു, ക്ഷീണം മാറിയിട്ടുണ്ട്. എൻ്റെ പേര് മമ്മൂട്ടി. ഞാൻ പാലക്കാട് നിന്നായിരുന്നു. എൻ്റെ ക്രിയാറ്റിൻ 3.9 ആയിരുന്നു. ചെക്ക് ചെയ്തിട്ടില്ല. ക്ഷീണത്തിന് മാറ്റമുണ്ട്. പിന്നെ കണ്ണിന് ഒരു തെളിച്ചം വന്നിട്ടുണ്ട്. കണ്ണിന് കാഴ്ച കുറവായിരുന്നു. എൻ്റെ പേര് സുബൈർ എന്നാണ്. ഞാൻ കൊല്ലം സ്വദേശിയാണ്. 35 വർഷമായിട്ട് ഷുഗറിന്റെ അസുഖമാണ് എനിക്കുണ്ടായിരുന്നത്. നടുവേദനയും ക്രിയാറ്റിൻ 2 ആണ് ഉള്ളത്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ശരീരത്തിന്. ഇപ്പം ശരീരത്തിന്റെ ക്ഷീണമെല്ലാം മാറി, നടുവിന്റെ വേദനയും മാറിയിട്ടുണ്ട്. ഇപ്പം 5 ദിവസത്തെ ട്രീറ്റ്മെന്റ് നടത്തി. മൂത്രത്തിന്റെ അവസ്ഥയോ? മൂത്രം കൂടെ പോകുന്നുണ്ട്, ഇഷ്ടംപോലെ മൂത്രം പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. മൂത്രത്തിൽ പത ഉണ്ടായിരുന്നു, ഇപ്പൊ പത കുറവുണ്ട്. ഞാൻ മുഹമ്മദ് നിലമ്പൂര്. അത് 10 വർഷം മുമ്പായിട്ട് എനിക്ക് ഷുഗറും പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ മുമ്പ് ഒരു ആൻജിയോഗ്രാം ചെയ്തിരുന്നു ഒരു 20 വർഷം മുമ്പ്. 1.6. ഷുഗറിന്റെ മെഡിസിൻ കഴിക്കാനുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ശാരീരികമായി എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഇവിടെ വന്നിട്ട് എന്തൊക്കെ മാറ്റുന്നത്? ശാരീരികമായിട്ട് നടക്കുമ്പോഴൊക്കെ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. കാലിനൊക്കെ നീരൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ തരിപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ തരിപ്പിനൊക്കെ ഇപ്പൊ മാറ്റമുണ്ട്. പിന്നെ ശ്വാസം മുട്ടലുണ്ടായിരുന്നു നടക്കുമ്പോ, അപ്പൊ അതിനൊക്കെ മാറ്റമുണ്ട്. എത്ര ദിവസമായി? ഒരു 2-3 ദിവസമായിട്ട്. നിങ്ങൾ ബുധനാഴ്ച അല്ലേ വന്നു? അല്ല, ചൊവ്വാഴ്ച. ഞാൻ അബ്ദുൾ റഷീദ് കാഞ്ഞിരപ്പള്ളി. എനിക്ക് 20 വർഷമായിട്ട് ഷുഗറുണ്ട്. മരുന്നും കഴിക്കുന്നുണ്ട്, ഇൻസുലിനും എടുക്കുന്നുണ്ട്. പിന്നെ ക്രിയാറ്റിൻ 5.6 ആയിരുന്നു. ആദ്യം നോക്കുമ്പോൾ 7 ആയിരുന്നു. പിന്നെ ഞാൻ നല്ലപോലെ ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്. പിന്നെ ഇപ്പൊ ആഹാരം കഴിക്കുന്നില്ല. ആഹാരം കുറച്ചു. ആഹാരം കുറച്ചാല് കിഡ്നി പേഷ്യൻസിന് പെട്ടെന്ന് മാറ്റം വരുന്നതാണ്. കിഡ്നി പേഷ്യൻസ് പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരു പ്രധാനപ്പെട്ട വില്ലനാണ് ഭക്ഷണം. ഭക്ഷണവും കിഡ്നിയായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പൊ തീറ്റ കുറച്ചാല് കിഡ്നിക്ക് നല്ലതാണ്. ഒരു അടി പോലും നടക്കത്തില്ലായിരുന്നു. എനിക്ക് ഭയങ്കര കഥപ്പായിരുന്നു. അപ്പം ഈ കഥപ്പെല്ലാം മാറിയപ്പോ ഉന്മേഷവും ഉത്സാഹവും ഉണ്ടാകുന്നുണ്ട്. നടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് മാറി. പിന്നെ കാലും മരപ്പുണ്ടായിരുന്നു, എല്ലാം മാറി. കിഡ്നി പേഷ്യൻസിന്റെ പ്രധാനപ്പെട്ട വില്ലനാണ് നടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്. അത് അടുത്ത സ്റ്റേജ് ഡയാലിസിസ് ആണ്. അപ്പൊ അത് മാറുകയെന്നുള്ള ടെസ്റ്റും ചെയ്ത് നോക്കേണ്ടത് ഇല്ല എന്നാണ്. പിന്നെ ഇപ്പം നല്ല ആഫിയത്തുണ്ട്. 5 ദിവസം കൊണ്ടല്ലേ? 5 ദിവസം കൊണ്ട് വന്നപ്പോ ഭയങ്കര ക്ഷീണമായി. ഇവിടെ വേറെ മരുന്നൊന്നും ഇല്ലല്ലോ, ഇവിടെ വന്ന് വെറുതെ കണ്ണടിച്ചിരിക്കലല്ലേ? അതെ അതെ. എന്റെ പേര് ശർദു. ഞാൻ വയനാടാണ്. ഞാൻ 15 വർഷമായി ഷുഗറിനും ബിപിക്കും മരുന്ന് കഴിക്കുന്നത്. ഞാൻ ഇവിടെ വരുമ്പോ കാലില് നീര്, മൂത്രത്തിൽ പത, ഭയങ്കര ക്ഷീണം ഇതൊക്കെ ഉണ്ടായിരുന്നു. കാലില് നീരൊക്കെ വളരെ കുറവുണ്ട്, ക്ഷീണം വളരെ കുറവുണ്ട്. അതിന് എന്റെ ഏറ്റവും വലിയ ഇൻസുലിൻ ഇപ്പൊ 10 എടുക്കുന്നത്. 30ഉം 20ഉം ആയിരുന്നു എടുക്കുന്നത്. അതിപ്പോ 15ഉം 10ഉം ആക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നല്ല ഉന്മേഷമുണ്ട്. ഭക്ഷണമൊക്കെ അത്യാവശ്യം കഴിക്കുന്നുണ്ട്. ഭയങ്കര ക്ഷീണമായിരുന്നു നടക്കുമ്പോൾ, അതും കുറവുണ്ട്. എൻ്റെ പേര് ജോബ്, തിരുവല്ല, പത്തനംതിട്ട ഡിസ്ട്രിക്ട്. എനിക്ക് വന്നപ്പം ചൊറിച്ചിലുണ്ടായിരുന്നു, ഇപ്പൊ ചൊറിച്ചിൽ കുറഞ്ഞു. കിതപ്പുണ്ടായിരുന്നു, ഇപ്പൊ കിതപ്പ് കുറഞ്ഞു. മൂത്രത്തിൽ പതയുണ്ടായിരുന്നു, ഇപ്പൊ നോർമലായി. എത്രയായിരുന്നു ക്രിയാറ്റിൻ? ക്രിയാറ്റിൻ 3.5. എങ്ങനെയാണ് ക്രിയാറ്റിൻ വന്നതെന്ന്? സ്റ്റീറോയിഡ് കഴിച്ചാണ്. ആദ്യം യൂറിക് ആസിഡ് ആയിരുന്നു. യൂറിക് ആസിഡിന് പെയിൻ കില്ലർ കഴിച്ച് അങ്ങനെ വന്ന. കുറ്റിപ്പുറം. എനിക്ക് വന്നതില് ക്ഷീണം കുറവുണ്ട്, കണ്ണിന്റെ കാഴ്ച വ്യത്യാസമുണ്ട്, കുറച്ച് കൂടുതലുണ്ട്. ക്രിയാറ്റിൻ എത്രയായിരുന്നു? ക്രിയാറ്റിൻ 3.5. കാലിൽ നീരുണ്ടായിരുന്നാണോ? ഇല്ല, നീരുണ്ടായില്ല. എൻ്റെ പേര് വീരാൻകുട്ടി, പാലക്കാട് നിന്നായിരുന്നു. 15 വർഷമായിട്ട് ഷുഗറിന് മരുന്ന് കഴിക്കുന്നുണ്ട്. ഇപ്പോ ഇവിടെ വരുമ്പോ ക്രിയാറ്റിൻ 3 ഉണ്ടായിരുന്നു വന്നു. ഇപ്പൊ ഇന്ന് നോക്കുമ്പോ 2.7 കോഴിക്കോട്. ഞാൻ വന്നിട്ട് 12ാമത്തെ ദിവസമാണ്. ഇവിടെ വരുമ്പോ ക്രിയാറ്റിൻ 7.5 ഉണ്ട്. കാലുമേല് നീരുണ്ടായിരുന്നു, ചൊറിച്ചിലുണ്ടായിരുന്നു. ഇപ്പൊ നീരില്ല,
ചൊറിച്ചിലൊക്കെ മാറി. കിഡ്നി സംബന്ധമായി രോഗമാണ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ക്രിയാറ്റിൻ. ക്രിയാറ്റിന്റെ ബുദ്ധിമുട്ട് എന്ന് പൊതുവിൽ പറയുന്നത് കിതപ്പ്, ഉറക്കമില്ലായ്മ, കാലില് നീര്. ഈ പറഞ്ഞ ആളുകൾ മരുന്ന് ഇതിനു മുമ്പ് കുടിച്ചിരുന്നു ഇതൊക്കെ കുറയാൻ, അല്ലേ? എന്നിട്ട് കുറഞ്ഞിരുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ വിഷയങ്ങൾക്ക് മാറ്റം ഉണ്ടോ എന്ന് നോക്കിയാല് ഇവിടെ വന്ന മരുന്ന് കഴിക്കാതെ ചികിത്സിച്ച, എന്നാൽ ഈ 5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും മാറ്റം ഉണ്ടായി. ഇവിടെ വന്ന ഒരു ക്രിയാറ്റിൻ കേസ് നമ്മളന്ന് സംസാരിക്കുമ്പോൾ ഒരാൾക്കാണ് ശാരീരികമായിട്ടൊന്നും തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞത്. അയാൾക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ റിസൾട്ട് ഉണ്ടായി. ഇനി എല്ലാ ശനിയാഴ്ചയും എന്റെ വീഡിയോ വിടും, ശനിയാഴ്ചയുടെ പ്രോഗ്രാം നിങ്ങൾ കാണുക. ഇത് എപ്പോഴും ഇവിടെ നടക്കുന്നതാ. എന്തിനാന്ന് വെച്ചാല് ഇതിലിനി ചില ചോദ്യങ്ങളിലായിട്ട് ഇരിക്കുന്ന ആളുകളുണ്ട്, അവർക്കൊരു ഉത്തരത്തിനാ. കാരണം നമ്മളിവിടെ പറഞ്ഞിരുന്നു രോഗം മാറാൻ പറഞ്ഞാൽ അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു.